നമസ്കാരം. ഈ കഴിഞ്ഞ മെയ് 7-ാം തീയതിയാണ് പാക് അധീന കശ്മീരിലും പാകിസ്ഥാനുള്ളിലുമുള്ള 9 ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ കനത്ത ആക്രമണം നടത്തിയത്. മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു നടത്തിയത്. ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കി. ഇതിലേറ്റവും കനത്ത ആക്രമണം നടത്തിയത് ഈ പാക് അധീന കശ്മീരിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന മുസഫറാബാദിലാണ്. മുസഫറാബാദ് പാകിസ്ഥാൻ ചെല്ലും ചെലവും കൊടുക്കുന്ന ഭീകര സംഘടനകളുടെ കേന്ദ്രമാണ്. ഇവിടെയാണ് രണ്ടിലധികം ആക്രമണങ്ങൾ അല്ലെങ്കിൽ രണ്ടിലധികം കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ച് തകർത്തത്. ഇവിടെ കനത്ത ആക്രമണം നടത്തിയെന്നും ഇവിടുത്തെ സുരക്ഷാ ചുമതലയുള്ള 75th ഇൻഫാൻട്രി, പാകിസ്ഥാൻ്റെ 75th ഇൻഫാൻട്രി ഗ്രൂപ്പിലെ പാക് കമാൻഡർ പള്ളിയിൽ ഈ ഇന്ത്യയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാനായി പള്ളിയിൽ അഭയം തേടിയുമെന്നുമുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ തമ്മിൽ നടത്തിയ ആശയവിനിമയം ഇന്ത്യൻ സേന ചോർത്തുകയായിരുന്നു. ഈ ആശയവിനിമയത്തിലുള്ള ശബ്ദ സന്ദേശത്തിലാണ് ഇത്തരത്തിലുള്ള സൂചനകൾ ഉള്ളത്. അതായത് ഈ പാക് പട്ടാള ഉദ്യോഗസ്ഥനായ കമാൻഡർ ഇയാൾ പള്ളിയിൽ ഒളിച്ചിരുന്നു കൊണ്ട് തൻ്റെ കീഴുദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് ഇങ്ങനെയാണ്. അതായത് ഇന്ത്യ കനത്ത ആക്രമണം നടത്തുകയാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാപനങ്ങളെയോ ഓഫീസുകളെയോ ഒന്നും സംരക്ഷിക്കാൻ ഇപ്പോൾ കഴിയില്ല, ഓഫീസുകൾ നമുക്ക് പുനർനിർമ്മിക്കാവുന്നതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടോളൂ എന്ന ഒരു സന്ദേശമാണ് ഇയാളുടെ സൈനികർക്ക്, കീഴിലുള്ള സൈനിക ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. അതായത് മുസഫറാബാദിൽ ഇന്ത്യ നടത്തിയത് കനത്ത ആക്രമണമാണ് എന്നും ഇന്ത്യ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെങ്കിലും ഭീകര കേന്ദ്രങ്ങളെ സഹായിച്ചു കൊണ്ടിരുന്ന പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും ISIയുടെയും കൺട്രോൾ റൂമുകളിലടക്കം വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുമുള്ള സൂചനയാണ് അല്ലെങ്കിൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇന്ത്യൻ ഉദ്യോഗസ്ഥർ പാകിസ്ഥാൻ പട്ടാള ഉദ്യോഗസ്ഥർക്ക് നൽകിയ സന്ദേശങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും, ഈ നിയന്ത്രണ രേഖയിലെ പ്രകോപനം നിർത്തുക എന്ന സന്ദേശം ഇന്ത്യൻ പട്ടാളം നൽകുന്നുണ്ട്. 1:3 എന്ന ഒരു അനുപാതത്തിലാണ് ഇപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വെടിനിർത്തൽ നിയന്ത്രണ രേഖയിൽ ഒരു ഷെല്ല് പാകിസ്ഥാൻ ഇങ്ങോട്ട് അയച്ചാൽ 3 ഷെല്ലുകൾ മടക്കി അങ്ങോട്ട് തരുമെന്ന ഒരു അനുപാതത്തിലാണ് ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ ആശയവിനിമയത്തിൽ നിന്നും വ്യക്തമാകുന്നത്. അത്രമാത്രം കനത്ത ആക്രമണം ഇന്ത്യ അതിർത്തിയിൽ നടത്തിയിരുന്നുവെന്ന് മാത്രമല്ല, ഈ വ്യോമാക്രമണത്തിൽ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം, ആ ആക്രമണത്തിൽ ഭീകര കേന്ദ്രങ്ങൾക്ക് കനത്ത നാശനഷ്ടം ഉണ്ടായി എന്ന് മാത്രമല്ല, ഈ ഭീകര കേന്ദ്രങ്ങൾക്ക് സുരക്ഷ നൽകിക്കൊണ്ട് അവിടെയുണ്ടായിരുന്ന സൈനികർക്കും വലിയ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് എന്നാണ് ഈ തെളിവുകൾ നൽകുന്ന സൂചന. അതായത് ഏപ്രിൽ മാസം 22-ാം തീയതിയാണ് പഹൽഗാമിൽ ആക്രമണം ഉണ്ടാകുന്നത്. ആ ആക്രമണമുണ്ടായി 14 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ തിരിച്ചടിക്കുന്നത്. ഈ 14 ദിവസം കൊണ്ട് ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പാക് അധീന കശ്മീരിലടക്കം വലിയ സുരക്ഷ പാക് പട്ടാളം ഏർപ്പെടുത്തിയിരുന്നു. ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്നടക്കം പട്ടാളക്കാരെ പിൻവലിച്ച് ഇന്ത്യൻ അതിർത്തിയിൽ നിർത്തുകയും അതോടൊപ്പം തന്നെ പാക് അധീന കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് കനത്ത സുരക്ഷ നൽകുകയും പാകിസ്ഥാൻ ചെയ്തിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ആക്രമണങ്ങളെ ചെറുക്കും എന്നാണ് പാകിസ്ഥാൻ പട്ടാളം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ചെറുക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ പട്ടാളക്കാർ അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടുകയായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പാക് പട്ടാള കമാൻഡറുടെ ശബ്ദ സന്ദേശത്തിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യ അത്രമാത്രം കനത്ത ആക്രമണമാണ് മുസഫറാബാദിൽ നടത്തിയത്. മുസഫറാബാദിൽ 2 ഇടങ്ങളിൽ ഉൾപ്പെടെ 9 ഇടങ്ങളിലാണ് 9 ഭീകര കേന്ദ്രങ്ങളാണ് പാകിസ്ഥാനിൽ അന്ന് ഇന്ത്യ അടിച്ച് തകർത്തത് എന്ന് പറയാം. അന്ന് തന്നെ ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു, ഇത് ഞങ്ങളുടെ ഓപ്പറേഷൻ സിന്ദൂറാണ്. അതായത് 22-ാം തീയതി പഹൽഗാമിലുണ്ടായ ആക്രമണത്തിൻ്റെ തിരിച്ചടിയാണ്. ഈ തിരിച്ചടി പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയല്ല, പാകിസ്ഥാൻ്റെ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയല്ല, മറിച്ച് പാകിസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്ന ലഷ്കർ-ഇ ത്വയ്ബ, അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾക്ക് നേരെയായിരുന്നു, അവരുടെ ഭീകര പരിശീലന ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു. ഇതിൽ ഓരോ പരിശീലന കേന്ദ്രങ്ങളുടെയും വിശദാംശങ്ങൾ പിന്നീട് സൈനിക വക്താക്കൾ രാജ്യത്തെ അറിയിച്ചിരുന്നതാണ്. അതിനുശേഷം ഇന്ത്യൻ സൈന്യം പറഞ്ഞ ഒരു
കാര്യമുണ്ട്. ഇത് ഞങ്ങൾ നടത്തിയത് ഭീകരർക്കെതിരെയുള്ള ഒരു ആക്രമണമാണ്. ഈ ആക്രമണത്തിൽ എസ്കലേഷൻസ് ഒന്നും തന്നെ ഉണ്ടായില്ല എങ്കിൽ ഞങ്ങളുടെ നടപടി ഇവിടെ അവസാനിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പാക് സൈന്യം അത് ഉൾക്കൊണ്ടില്ല. പാക് സൈന്യം പിന്നീട് ഇന്ത്യയുടെ സേനാ കേന്ദ്രങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ സേനാ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏകപക്ഷീയമായ ആക്രമണം നടത്താൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഈ ആക്രമണങ്ങളെയെല്ലാം ഇന്ത്യ പരാജയപ്പെടുത്തുകയും ശക്തമായ തിരിച്ചടി പാക് സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തുകയും ചെയ്തിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.